ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ½ kg ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ഡോക്ടറിന് വേണ്ടിയുള്ള കേക്കാണ് കേട്ടോ. ഡോക്ടർ ഡെന്റിസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കേക്കാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് ഞാൻ ½ kg എടുത്തിട്ടുണ്ട്. നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നതിന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ക്രീമിനകത്ത് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണം ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യാൻ. ഷുഗർ സിറപ്പിനകത്ത് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ക്രീമിനകത്ത് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് ആ ക്രീമും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് മേലിൽ കൂടി ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുക്കുക, ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുക. ഇത് കണക്ക് വേണം എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാനായിട്ട്. അകത്ത് ഫില്ലിങ്ങിനായിട്ട് ഞാനാണെങ്കിൽ 2:1 റേഷ്യോയിലാണ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നത്. എന്ന് വെച്ചാണെങ്കിൽ 2 കപ്പ് ചോക്ലേറ്റിനകത്ത് 1 കപ്പ് നമുക്കാണെങ്കിൽ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഫ്രഷ് ക്രീം വെച്ചേ നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം കേട്ടോ. നല്ല ഷൈനിങ് കിട്ടും, നല്ല ഗ്ലേസിങ് കിട്ടും. നമുക്ക് ഗ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അത്രയ്ക്ക് നല്ല ലുക്കായിരിക്കും കേട്ടോ വരുന്നത് അത് മേളിൽ നമുക്ക് ട്രിപ്പ് ചെയ്യുമ്പം. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും വിപ്പിംഗ് ക്രീം അല്ലാതെ ഫ്രഷ് ക്രീം വെച്ചുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ മേളിൽ നമുക്കാണെങ്കിൽ ട്രിപ്പ് ചെയ്യാനാണെങ്കിൽ 1:1 റേഷ്യോ എന്ന് വെച്ചാൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഫ്രഷ് ക്രീം എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തന്നെ ചോക്ലേറ്റ് എടുക്കുക. ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്യുക. അതിന് ശേഷം 1 ടീസ്പൂൺ ബട്ടറും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത് നല്ല ഗ്ലേസിങ്ങിനുള്ള നമ്മുടെ ഗനാഷ് നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് അതിനകത്താണെങ്കിൽ ഒട്ടും ന്യൂട്രൽ ജെല്ലോ ഗ്ലേസോ ഒന്നും ഇടേണ്ട ആവശ്യം വരത്തില്ല. നല്ലൊരു ഷൈനിങ് ലുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഏറ്റവും അധികം കേക്ക് ഞാനാണെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. ക്രീമിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് അവർക്ക് കളറൊന്നും വേണ്ടായിരുന്നു, ചോക്ലേറ്റ് കേക്കായിരുന്നു വേണ്ടത്, സിമ്പിളായിട്ടുള്ള. അപ്പം ക്രീമിനകത്ത് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്ത ക്രീം കൊണ്ട് വേണം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട്. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് ക്രീം പൈപ്പിംഗ് വേഗം നിറച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പെല്ലറ്റ് നൈഫും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണേ. നമ്മളെ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പോലെ സ്ക്രാപ്പറോ കാർഡും നമുക്കൊന്ന് കറക്കി കൊടുത്താൽ നന്നായിട്ട് ഫിനിഷിങ് ആയിട്ട്. പിന്നെ അപ്പം നമുക്ക് ഫിനിഷിങ് ചെയ്യുമ്പോൾ നമുക്കത് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഇടയ്ക്ക് ആയിട്ട് എയർ ബബിൾ കയറി ഇങ്ങനെ ഹോളായിട്ടിരിക്കുന്ന അവിടെ എല്ലാം നമുക്ക് ക്രീം നന്നായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണം ഫിനിഷിങ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഫിനിഷിങ് ചെയ്യണേ. മേളിൽ നമ്മൾ ഗ്ലേസ് ചെയ്യത്തില്ലയോ, അപ്പോൾ കാണാൻ മേളിൽ നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് നന്നായിട്ട് ഫിനിഷിങ് ചെയ്യണം. എന്നാലേ നല്ലൊരു കാണാനൊരു ലുക്ക് വരുത്തുള്ളൂ കേട്ടോ കേക്കിന്. അപ്പോൾ അത് നന്നായിട്ട് ഞാനാണെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ സ്ക്രാപ്പറോ ബോർഡും കൂടെ നന്നായിട്ട് കറക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് അതിന് മേളിൽ കൂടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. സൈഡിൽ ആദ്യം ബോർഡർ വല്ലതും ഇടണമെങ്കിൽ സ്ക്രാപ്പർ കൊണ്ട് ബോർഡർ വെച്ച് കൊടുക്കണേ. അതിന് ശേഷം വേണം നമുക്ക് മേളിൽ കൂടെ ഡ്രിപ്പ് ചെയ്യാനായിട്ട്. ഡ്രിപ്പ് ചെയ്യുന്നതിന് മുമ്പേ പിന്നെ ഒരു കാര്യം കൊണ്ട് ബോർഡ് നന്നായി ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഗ്ലേസൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ താഴെ ഒലിച്ച് വരുവാണെങ്കിൽ പിന്നെ ബോർഡ് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടേ കണ്ടില്ല ഞാൻ ബ്രഷും കൊണ്ട് ആ ബോർഡ് ക്ലീൻ ചെയ്യുന്നത്. ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്ത് മുക്കി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്യുക. എന്നിട്ട് പോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ക്ലീനായിട്ട് ഒരു ടവളും കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി. നമ്മുടെ ബോർഡ് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. കണ്ടില്ലേ? ഇനി നമുക്ക് മേളിൽ കൂടെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഗ്ലേസിങ് കണ്ടോ, അതിന് തിളക്കം കണ്ടോ, നല്ലൊരു ഷൈനിങ് ലുക്കൊക്കെ കിട്ടുന്നത് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ എനിക്ക് 2-3 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ആ നേരം കൊണ്ട് ഡോക്ടറിൻ്റെ തീം കേക്ക് അല്ലേ നമുക്ക് ഡെന്റിസ്റ്റ്, നമുക്കിനി പല്ലുണ്ടാക്കാമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഫോണ്ടിനകത്തൊന്നും കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. വെളുത്തെ ഇങ്ങനെ ഒരു ഫോണ്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കുന്നൊരു കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഫിനിഷിങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിൽ പല്ല് റെഡിയാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടൂത്ത് പിക്ക് 2 സൈഡ് വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ കേക്കിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുമ്പോൾ നേരെ തിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മേളിക്കുള്ള ഇതുപോലെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെ മിസ്സായി പോയി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു കേട്ടോ, മോളില്ലാതെ കോളേജിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയ്ക്ക് വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ ആണെങ്കിൽ കാണാതെയും പോയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആണെങ്കിൽ അതിന് കണ്ണും വരച്ചു കൊടുത്തു. അതിന് വായൊക്കെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാൻ. ഞാൻ പിന്നെ വായൊന്നും വരച്ചു കൊടുത്തില്ല കേട്ടോ. പിന്നെ മോള് വന്നപ്പോൾ പറഞ്ഞു, മമ്മി കണ്ണ് വരച്ച് വായ എന്താ വരയ്ക്കാമെന്ന് ചോദിച്ചു. പിന്നെ അവൾ പിന്നെ എഡിബിൾ ബ്ലാക്ക് കളർ കൊണ്ട് വായൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ കണ്ണ് ഒക്കെ നേരത്തെ 2 ഹോള് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ കറുത്ത ഫോട്ടോ ഞാൻ ചെറുതായിട്ട് റോൾ ചെയ്ത് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്ക് അകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളം തൊട്ടിട്ട് വേണേ വെക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം തൊട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് അവിടെ ഇങ്ങനെ നന്നായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. നമ്മൾ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഇരട്ട ഡബ്ബയിൽ നമുക്ക് അടച്ച്
കുറച്ച് ടൈലസ് പൗഡർ ഇട്ട് കൊടുക്കണം. എൻ്റെ അവിടെ കിടക്കുന്ന ടേബിളിൽ ടൈലസ് പൗഡർ ആകട്ടോ അത് വെച്ചിട്ട് വേണം ഫൗണ്ടൻ്റ് വർക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ടൈലസ് പൗഡറൊക്കെ ബോക്സിനകത്ത് ഇട്ടതിന് ശേഷം പിന്നെ വേണം നമുക്കാണെങ്കിൽ നമ്മൾ ഫൗണ്ടൻ വർക്കെല്ലാം വെച്ചിട്ട് അടച്ചു വെക്കാനായിട്ട്. 2-3 മണിക്കൂർ സമയമുണ്ട് കേട്ടോ. അത്രയും നേരം സുഖമായിട്ട് നമുക്ക് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ അതേ എഡിബിൾ കളറും കൂടി എൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഡോക്ടറിൻ്റെ പേരും കൂടെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോണ്ടനിൽ നിന്ന് അതിന് ആൽഫബേറ്റ് കട്ടർ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേണ്ട കാര്യങ്ങളെല്ലാം കഴിയും നമ്മുടെ അങ്ങനെ. അപ്പോൾ അതേ നമുക്കാണെങ്കിൽ ആൽഫബേറ്റ് കട്ടറും കൊടുക്കാം. നമ്മളാണെങ്കിൽ കേക്കിൻ്റെ പണിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ അറിയാതെ എടുത്ത് നിരത്തിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ അറിയത്തില്ല നമ്മൾ നിരത്തുന്ന സാധനം. പിന്നെ ലാസ്റ്റ് അടുക്കി പറഞ്ഞ സമയം വരുമ്പോഴായിരിക്കും അറിയുന്നത് എൻ്റെ പൊന്നെ ഇത്രയധികം സാധനം നമ്മൾ നിരത്തി വെച്ചോന്ന്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കുന്ന കാര്യം. പക്ഷേ എന്നും മോളുള്ളപ്പോഴാണെങ്കിൽ അവൾ പിന്നെ എല്ലാം അടുക്കി പെറുക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ ആണെങ്കിൽ മോളും ഇല്ലായിരുന്നു, കോളേജിൽ പോയിരിക്കുകയായിരുന്നു. അവളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം മൊത്തം ഞാനാണെങ്കിൽ വീട് അടുക്കി പെറുക്കി. എൻ്റെ ആണെങ്കിൽ ഞാൻ കേക്കിൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ സ്ഥിതി ഞാൻ എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാണാത്തൊരു വ്ലോഗായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. കാണാത്തൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അതപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് അങ്ങനെ തന്നെ 1-2 മണിക്കൂർ എൻ്റെ സമയം അങ്ങനെ പോകും കേട്ടോ ക്ലീനിങ്ങിനകത്ത് തന്നെ. പിന്നെ പാത്രം കഴുകാൻ പിന്നെ പറയണ്ട, കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാത്രങ്ങളാണ് കഴുകാനായിട്ടുള്ളത്. അപ്പോൾ ആരും എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാനില്ല കേട്ടോ. മോളുണ്ടെങ്കിൽ അവൾ ചെയ്ത് തരും, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഫോണ്ടൻ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം അടുക്കി പെറുക്കി എല്ലാ സാധനം നിരത്തി വെച്ചേക്കുന്നില്ല, അതെല്ലാം അടുക്കി പെറുക്കി വെക്കണ്ടേ. അപ്പോൾ അതെല്ലാം ആദ്യം കയ്യോടെ എല്ലാം അടുക്കി പെറുക്കി വെച്ചേക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വേണം ഇത് ഫോണ്ടൻ വർക്കൊക്കെ ആണെങ്കിൽ എല്ലാം ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഡബ്ബയ്ക്കകത്താക്കി നമ്മൾ ഏറ്റ ഡബ്ബയിലാക്കി നമ്മൾ അടച്ചു വെക്കാൻ പോകാൻ. ഇനിയിപ്പം അതിന് ശേഷം എപ്പോഴാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഇതുപോലെ സ്റ്റേക്ക് ചെയ്യത്തുള്ളൂ. ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.